ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്താണ് ജോലി, അതുപോലെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ച എല്ലാ ആൾക്കാർക്കും വേണ്ടി ഈ വീഡിയോ ആദ്യമേ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, എന്താണ് ഇതിൻ്റെ പരീക്ഷ എന്നുള്ളതാണ്. നമുക്ക് പറയുമ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു പോകാം. ഇതിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ കേരള PSC സേനകളിലേക്ക് നടത്തുന്ന ഫോഴ്സ് ലെവൽ പരീക്ഷയാണ്. 12th ലെവൽ പരീക്ഷയാണ്. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 12ാം ക്ലാസ് വിജയിച്ച എല്ലാ ആൾക്കാർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയാനുള്ളത്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ലിസ്റ്റ് അല്ല, ഒരേ ലിസ്റ്റാണ്. ഇനി ഈ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ കാണാറുണ്ട് NC ആയിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിളിക്കും. പക്ഷേ ജനറൽ നോട്ടിഫിക്കേഷൻ കുറച്ച് നാളായി വന്നിട്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ വീണ്ടും 2025 ജനറൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഏവരും കാത്തിരുന്നത് പോലെ ഈ ഒരു പരീക്ഷ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന എല്ലാ ആൾക്കാർക്കും ഒരു സന്തോഷമായിട്ട് ഈ ഒരു പരീക്ഷ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കാണും. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയം വരുന്നത്. എന്താണ് ജോലി, അതുപോലെ എന്താണ് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ജോലിയുടെ സ്വഭാവം പറയുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആദ്യമായിട്ട് ഇതിനൊരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. 13 മിനിറ്റിൽ 2 കിലോമീറ്ററാണ് പുരുഷന്മാർ തീർക്കേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ 15 മിനിറ്റിൽ 2 കിലോമീറ്ററാണ്. ഒരു 2 മിനിറ്റ് അങ്ങോട്ട് എക്സ്ട്രാ കിട്ടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പരീക്ഷ 80 മാർക്ക് കഴിഞ്ഞ് 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. 80 മാർക്ക് എന്താണ്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അടങ്ങുന്ന, പിന്നെ കറണ്ട് അഫെയറും GK അടങ്ങുന്ന 80 മാർക്കും 20 മാർക്കിന്റെ തസ്തികാപരമായിട്ടുള്ള പിന്നെ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്. ഇത്രയുമാണ് വരുന്നത്. ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു. ഈ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലിലേക്കൊരു എൻട്രൻസിലേക്കൊരു പിന്നെ കോൾ ലെറ്റർ വരുന്നു. എൻട്രൻസ് കഴിഞ്ഞ് ഫിസിക്കൽ കഴിയുന്നു, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നു, നിങ്ങൾക്ക് പിന്നെ അഡ്വൈസ് കിട്ടുന്നു, പിന്നെ നിങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞു, അപ്പോയിൻമെൻ്റ് ആവുന്നു, നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു? നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കൈകളിലേക്ക് എത്തി എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പിക്കുക. ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നെഗറ്റിവിറ്റികൾ നിങ്ങൾക്കുണ്ടായേക്കാം, പക്ഷേ അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പോസിറ്റിവിറ്റി നിങ്ങളുടെ മുന്നിൽ വെച്ച് വേക്കൻസികളെ പറ്റി വേവലാതിപ്പെടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് എങ്ങനെ കാടിൻ്റെ കാവലാളാകാനാകും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു എൻട്രി പോസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടാണ്. നിങ്ങളെ ആദ്യം നിയമിക്കുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലായിരിക്കും. അപ്പോൾ ആ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊരു കോൺസ്റ്റാബിളറി പോസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ഫോറസ്റ്റ് കോൺസ്റ്റബിൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ജോലികൾ, പേപ്പർ വർക്കുകൾ, ചിലപ്പോൾ ചില സ്റ്റേഷനിലെ ക്ലറിക്കൽ ജോലികൾ, ഇതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങളെ ചില ബീറ്റ് എന്ന് പറയുന്ന ചില ബീറ്റ് ഓഫീസുകളുണ്ട്. ഈ ഓഫീസുകളിൽ നിങ്ങളെ നിയമിക്കും. ആ ഓഫീസുകളിൽ നിങ്ങൾ നിയമിക്കുന്നത് അത്രയും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. അതായത് അവിടെ നിൽക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ ചില മൃഗങ്ങളായിരിക്കാം, അവിടുത്തെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില മരങ്ങളോ സസ്യജാലങ്ങളായിരിക്കാം. അവിടെയൊക്കെ നിങ്ങൾ ജോലി എടുക്കേണ്ടി വരും. അവിടെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ ഇറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ DFOയെയും പിന്നെ അതുപോലെ RFOയൊക്കെ സഹായിക്കുക എന്നൊരു ജോലി. RFOയുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിയമനം ലഭിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. അത്രയും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുള്ളൊരു ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ജോലി. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര സമാധാനമായിട്ട് ജോലി എടുക്കാൻ പറ്റും. അതായത് ഫോഴ്സ് ലെവൽ പരീക്ഷകളിൽ ഏറ്റവും സമാധാനമുള്ള ഒരു ജോലിയായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ ഞാൻ കണക്കാക്കുന്നുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാട്ടുതീയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവും. ഫയർഫോഴ്സിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫയർഫോഴ്സിനും പോലീസിനും ഒപ്പം നിങ്ങൾ നിന്ന് ജോലി എടുക്കേണ്ടി വരും. പക്ഷേ അല്ലാത്ത പക്ഷം വളരെ സമാധാനമായി കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലമുകളിലൊക്കെ ഒരുപാട് ക്യാമ്പിങ്ങും പിന്നെ അതുപോലെ ക്യാമ്പിങ്ങും പിന്നെ അവിടെ ടെൻ്റ് അടിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ പറ്റും. അല്ലെങ്കിൽ അതിന് ഭാഗമാകുന്നവരെ സഹായിക്കാൻ പറ്റും, അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ചെയ്യണം കാര്യങ്ങളെല്ലാമായിട്ട്.
ആ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. കാരണം കാടിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ കാടിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. അവിടുത്തെ ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയെ പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ അവർ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രാഹുൽ എന്നാണ് പേര്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് കഴിഞ്ഞ ലിസ്റ്റിൽ 10ാമത്തെയോ 13ാമത്തെയോ എന്തോ റാങ്കാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. പക്ഷെ എന്തായാലും അവനിപ്പോൾ കയറിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലാണ് അവനിപ്പോൾ ട്രെയിനിങ് ചെയ്തു വരുന്നത്. ഈ അടുത്ത കാലത്ത് വരെ സന്നിധാനം സ്റ്റേഷനിലൊക്കെ അവനുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുമായിരുന്നു ജോലി എങ്ങനെയുണ്ട്. അപ്പം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. ചലഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയൊരു സ്ഥലം അല്ലേ, കാട്, കാനനം കാത്തു സൂക്ഷിക്കുന്നവനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നവളാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ വരുന്ന ജോലികൾ ഇപ്പം ലോ ആൻഡ് ഓർഡറോ കാര്യങ്ങളോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ കാടിനകത്തെ ലോ ആൻഡ് ഓർഡർ നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ഈ തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ അഗസ്ത്യാർകൂടത്തിൽ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അഗസ്ത്യമലയൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ PSC പഠിക്കുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെ പലപ്പോഴും പല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും പിന്നെ ഗൈഡായിട്ടല്ല അവരുടെ കൂടെ പോകാറുണ്ട്. കാരണം അത്രയും ഉത്തരവാദിത്വപ്പെട്ട പല ജോലികളും, കാരണം ഏത് സമയത്ത് ഏത് മൃഗമാണ് മുന്നിൽ വരുന്നതെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പം ഇവർ ഓൾറെഡി കാട്ടിലൊക്കെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇവർ മൃഗങ്ങളെ പറ്റി പഠിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, കാടിനെ അറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അപകട സാധ്യത വന്നാൽ പോലും പെട്ടെന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഇവർക്ക് ഇതിന് ട്രെയിനിങ് ലഭിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ കൊണ്ടുവരുന്നൊരു വേൾഡ് ഉണ്ട്, ഇതിനകത്ത് നമ്മളെ കൊണ്ടുവരുന്നൊരു വേൾഡ് ഉണ്ട്. ആ ഒരു വേൾഡിൽ നിങ്ങൾ വിഹരിക്കുകയാണ് ഈ ഒരു ജോലിയിൽ. നിങ്ങളിപ്പം പോലീസ് എടുത്താലും എക്സൈസ് എടുത്താലും മറ്റേതൊരു തസ്തിക എടുത്താലും ഇത്രയും സമാധാനം കിട്ടുന്നൊരു ജോലി ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് കോമ്പറ്റീഷൻ കൂടുതലാണോ? കൂടുതലായേക്കാം. നിങ്ങളത് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്ന ജില്ലയിലെ ഒരു വേക്കൻസി മാത്രമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ജോലി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ടൊക്കെ ജോലി എടുക്കേണ്ടി വരും. റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങി, അപ്പോൾ അതിനെ തിരിച്ച് കാട്ടിലോട്ട് കയറ്റണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾ പോവേണ്ടി വരും. ആ സീന് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. ആ സീനിൽ അത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കേണ്ടി വരും. പിന്നെ ഒരു മൃഗം ഏതെങ്കിലും ഇപ്പോൾ കടുവയോ വലിയ മൃഗങ്ങൾ ചത്തുപോയി എന്ന് വിചാരിച്ചു, കാട്ടിനകത്ത് വെച്ചത് ചത്തുപോയി. അപ്പോൾ നിങ്ങൾ അവിടെ പോവേണ്ടി വരും. നിങ്ങൾ ആ സാധനം എടുക്കേണ്ടി വരും. പിന്നെ എടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങൾ കാണേണ്ടി വരും. അത് നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ടി വരും. റിപ്പോർട്ട് RFOയ്ക്കും DFOയ്ക്കും ഒക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ആൻറ്റി പോച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, വേട്ടക്കാരെ പിടിക്കാനുള്ള സംഭവമുണ്ട്. ഓക്കെ, നിങ്ങൾ പോച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ നിമിഷ സജൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ടൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അതുപോലുള്ള ജോലികൾ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്, ഇതെല്ലാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചെയ്യേണ്ടതായിട്ട്. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഒരു 8 മുതൽ 10 വർഷം, ചിലപ്പോൾ 12 13 വർഷം എത്രയോ ആയിക്കോട്ടെ, എന്നാലും മിനിമം 8 മുതൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നേരെ പോകുന്ന തസ്തികയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, SFO, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ. ഒരു സ്റ്റാറൊക്കെ വരുന്നൊരു സംഭവം. നമ്മൾ ASIയുടെയൊക്കെ ഒരു സംഭവമുള്ള സാധനം, ഫോറസ്റ്റിലെ ASI എന്ന് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൻ ഓഫീസ് സ്വന്തമായിട്ടുണ്ട്. ആ സെക്ഷൻ ഓഫീസിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അവിടെ ഇരിക്കേണ്ടതും ഈ പുള്ളിയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിന്നെ ഒരു 10 15 വർഷമൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പോകുന്ന ഒരു പോസ്റ്റാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നൊരു തസ്തിക. പക്ഷേ ഇവിടേക്ക് എല്ലാവർക്കും എത്താനായിട്ട് ഡെപ്യൂട്ടി റേഞ്ചർ എന്ന് പറയുന്ന തസ്തിക. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിക നമ്മുടെ SFO ആയിട്ടിരുന്നൊരു 10-15 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് ഒരു 15 to 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ആവുക. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുള്ളത്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടൊരു പോസ്റ്റ് കിടക്കുന്നുണ്ട്. അതിലേക്ക് എങ്ങനെ എത്തും? അതാണ് ആലോചിക്കുന്നത് അല്ലേ? അതിനും വഴിയുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു 23, 24, 25 വയസ്സിനകത്ത് സർവീസിൽ പ്രവേശിക്കുന്ന, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് സർവീസിൽ പ്രവേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സർവീസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് ഏകദേശം ഒരു കാണാനൊക്കെ നമ്മളെ ഇൻസിഗ്മയെ കാണാനൊക്കെ DYSP പോലെ ഇരിക്കും. സർക്കിൾ ഇൻസ്പെക്ടർ അല്ല, DYSP പോലെ ഇരിക്കും അത് കാണാനായിട്ട്. ബാലറ്റ് ഹാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, മറ്റേ എല്ലാ സംഭവമുണ്ട്. ഗസറ്റഡ് ഓഫീസറാണ്. ഫോറസ്റ്റ് വകുപ്പിലെ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസറാണ്, അല്ലെങ്കിൽ യൂണിഫോം തസ്തിക വരുമ്പോൾ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസറാണ് നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന പോസ്റ്റ്.
ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഡെപ്യൂട്ടി റേഞ്ചർ കഴിഞ്ഞിട്ടേ പറ്റൂ. അത് കഴിഞ്ഞ് പിന്നെയും സർവീസ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം. പക്ഷേ ഇവിടെ മറ്റൊരു സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് കയറി, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങൾ അതിൽ സുവോളജിയിലോ ഫോറസ്ട്രിയിലോ ഒക്കെയാണ് നിങ്ങളുടെ ഡിഗ്രി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിക നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ ആയിട്ട് എഴുതാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കോൺസ്റ്റാബുലറി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് വഴി ആ കട്ട് ഓഫ് കടന്നുകൊണ്ട് വാക്കിംഗ് ടെസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ തസ്തികരിക്കുമ്പോൾ ഗസറ്റഡ് ഓഫീസറാണ്. നിങ്ങൾ അവിടെയും വളരെ ചെറിയ പ്രായത്തിൽ കയറുന്ന ഒരാളാണെങ്കിൽ IFS വരെ നിങ്ങൾക്ക് കിട്ടും. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, IFS വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു തസ്തികയ്ക്ക് തന്നെ മിനിസ്റ്റീരിയൽ വിഭാഗമുണ്ട്. മിനിസ്റ്റീരിയൽ വിഭാഗം എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിലെ ക്ലർക്കന്മാർക്ക്, ക്ലറിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഡിഗ്രി പാസ്സായവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും അതുവഴി പരീക്ഷ എഴുതി ആ വാക്കിംഗ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് നിയമിതനാവാനും അല്ലെങ്കിൽ നിയമിതയാകാനും സാധിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിക. അതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയ്ക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ സുവോളജിയിലും ഫോറസ്ട്രിയിലും ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് ബൈ ട്രാൻസ്ഫർ വഴി കയറാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് PSC നടത്തുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസ് ഒക്കെ എഴുതി അതും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ. അപ്പോൾ ഇതനുസരിച്ച് സാലറി സ്കെയിലും വളരെ കൂടും. പക്ഷേ DFO എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി പറയുമ്പോൾ ആ പോസ്റ്റാണ് ഒരു സ്റ്റേഷന്റെ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. നമുക്കിപ്പം പണ്ടത്തെ SI സ്റ്റേഷൻ ഓഫീസർ എന്ന് പറയുന്ന പോലെ ഇവിടെ DFO ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്. അവിടുത്തെ SHO എന്ന് പറയും. SHOയുടെ അധികാരങ്ങളുള്ള വ്യക്തി. SI പോലെ 2 സ്റ്റാറാണ് സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അത്രയും തന്നെ അധികാരങ്ങളുള്ള ഒരു പോസ്റ്റാണ്, അത്രയും തന്നെ ഗ്ലാമർ ഉണ്ട്, മനസ്സമാധാനമുള്ള പോസ്റ്റാണ് ഈ പറഞ്ഞ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് വരുന്ന നമ്മുടെ ബാക്കിയുള്ള പോസ്റ്റുകളെല്ലാം. ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് സൂപ്പർ നോട്ട്സ് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സൂപ്പർ ബാച്ച് ഉണ്ട്. കാന്താരം എന്നാണ് ആ ബാച്ചിന്റെ പേര്. ആ ബാച്ച് ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം ഒരുപാട് ആൾക്കാർ വളരെ സന്തുഷ്ടരായിട്ട് പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ബാച്ചിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫാമിലിയുടെ ഭാഗമാവുക. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് അമൽ സാറിനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ബാക്കിയുള്ള 80 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് കോഡ് യൂണിഫോം 2025 പറയുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ബാച്ച് ഉണ്ടായിരുന്നു. ആ ബാച്ചിൽ ഞങ്ങൾ എന്ത് ഫോർമുലയാണ് കൊടുത്തത്. കാരണം ആ ഒരു ബാച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷ അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഫോർമുലയിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത ഫോർമുലയിൽ പുതിയൊരു ഫോഴ്സ് ലെവൽ പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ എങ്ങനെയാണോ ഈ ഒരു പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളെ പഠിച്ച് ഒരുക്കുന്ന രീതിയിൽ സൂപ്പർ നോട്ട്സ് ഞങ്ങൾ എല്ലാവരും സജ്ജരാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണോ വിളിച്ച് സംസാരിക്കാവുന്ന ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് തരാൻ കഴിവും അറിവും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരാണ് അവരെന്ന് കൂടെ പറയണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിന്റെ ഭാഗമാവുക. പഠനം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ഏവർക്കും നാളെ കാടിന്റെ കാവലാളാകാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.